ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇസ്രായേലും ഹമാസും തമ്മിൽ തുടങ്ങിയ യുദ്ധം എന്തിൻ്റെ പേരിലായിരുന്നാലും ശരി, ഇപ്പോഴിതാ ഇറാനും ഇസ്രായേലും തമ്മിൽ ഏറ്റുമുട്ടുന്നത് വരെ എത്തിയിരിക്കുന്നു. എന്താണോ സംഭവിക്കരുത് എന്ന് ലോകരാജ്യങ്ങൾ ആഗ്രഹിച്ചത്, അതാണിപ്പോൾ സംഭവിച്ചത്. ഷാനി ഫാസിൽ, ഇതൊക്കെ തന്നെയല്ലേ വിശേഷം? അല്ലാതെ നമുക്കെന്ത് പ്രത്യേക വിശേഷം? ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വിശേഷങ്ങൾ. നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട്. ഒന്ന്, അവർ ഈ ഇന്ത്യക്ക് വിരുദ്ധമായ വാർത്തകൾ ചെയ്യുന്നതിൽ നൈപുണ്യം നേടിയവരാണ്. ഇന്ത്യ വിരുദ്ധ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾ, അതുപോലെ ഓൺലൈൻ മാധ്യമങ്ങൾ, അതിൻ്റെയൊക്കെ അതിപ്രസരമാണ് ഇന്ന് ഈ കേരളക്കരയിലുള്ളത്. ഇപ്പോ ഇസ്രായേലിന് അനുകൂലമായി ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിച്ച രാജ്യമാണ് സ്വതന്ത്ര ഭാരതം. പക്ഷേ എന്തിൻ്റെ പേരിലായാലും ശരി, ഹമാസിനും ഇറാനുമൊക്കെയാണ് നമ്മുടെ നാട്ടിൽ വൻ മാർക്കറ്റ്. സന്തോഷ്, നമുക്ക് ഇപ്പോൾ സിർക്കംസിഷൻ അല്ലല്ലോ നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം പെൺകുട്ടികളുടെ ചേലാകർമ്മമല്ലല്ലോ. ഞാനിപ്പോൾ സംസാരിക്കാൻ വന്നിരിക്കുന്ന വിഷയം അതല്ല. ഞാൻ തമ്പനയിൽ പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ ഹമാസ് വിഷയം ഉരുത്തിരിഞ്ഞ് ഏറ്റവും ഒടുവിലായി ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിലേക്ക് വരെ വഴിതിരിച്ച വിഷയത്തെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്തേക്ക് നമ്മൾ മറ്റൊരു വിഷയം കൊണ്ടുവരണ്ട. എന്തായിരുന്നാലും ഇപ്പോ നമ്മുടെ നാട്ടിലെ മുക്കാൽവൺ മാധ്യമങ്ങളൊക്കെ വല്ലാതെ ആഘോഷിക്കുകയാണ്. അതായത് ഏതാണ്ട് ഇസ്രായേൽ പരാജിതരായി പോയത്രേ. ശരിക്കു പറഞ്ഞാൽ ഇറാന് സ്വയം അറിയാം ഇറാൻ എന്തോ വലിയ സംഭവമാണെന്ന്. പിന്നീട് എന്തിനാണ് ഇസ്ലാമിക രാജ്യങ്ങളുടെ സഹായം ഇറാൻ ആവശ്യപ്പെടുന്നത്? ഇസ്രായേൽ ഇങ്ങേയറ്റം അമേരിക്കയുടെ പോലും സഹായം ആവശ്യപ്പെട്ട രാജ്യമല്ല. അവരെല്ലാ സന്ദർഭത്തിലും ഉറച്ചു നിന്നു. അവർക്ക് അവരുടെ കഴിവിൽ വിശ്വാസമുണ്ടായിരുന്നു. അവരുടെ സൈനികരിൽ അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ട് അവര് അവരുടെ കഴിവിലും മികവിലും സൈനിക സേവനത്തിലും അവരുടെ നൈപുണ്യത്തിലും ഉറച്ചു വിശ്വസിച്ചു. എന്തുകൊണ്ടാണ് ഇറാൻ അത് സാധിക്കാതെ പോകുന്നത്? ഇറാന് സ്വയം കഴിവുള്ള രാജ്യമാണെങ്കിൽ ഇസ്രായേലിനെ ഇപ്പോൾ തന്നെ ഇറാൻ മുട്ടുകുത്തിക്കുമെന്നാണ് അവർ പറഞ്ഞിരുന്നത്. അങ്ങനെയാണെങ്കിൽ എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും ഈ സന്ദർഭത്തിൽ നമ്മുടെ കൂടെ നിന്നാൽ മാത്രമേ നമുക്ക് മുസ്ലിങ്ങൾക്ക് ജയിക്കാൻ പറ്റൂ. മുസ്ലിങ്ങൾക്ക് ജൂതന്മാരെ അതിജയിക്കണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ആവശ്യമാണ്. നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം ഒന്നു തന്നെയാണ് എന്നൊക്കെ 5 വർഷത്തിന് ശേഷം ഒരു ജുമുഅ ഖുതുബ നടത്തി മാളത്തിൽ ഒളിക്കേണ്ട കാര്യം എന്തായിരുന്നു ഇറാന്? ഇറാന്റെ അലി ഖൊമേനിക്ക് അത്രമാത്രം കഴിവും മികവും ഉണ്ടെങ്കിൽ, തന്റെ കഴിവിൽ, തന്റെ രാജ്യത്തിന്റെ യുദ്ധ മികവിൽ അത്രമാത്രം വിശ്വാസമുണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് എല്ലാ അറബ് രാജ്യങ്ങളും ഇപ്പോൾ തന്നെ ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് നിൽക്കണം, നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിന്ന് പോരാടാമെന്ന് പറഞ്ഞ് കീലേരി അച്ചു ചമഞ്ഞ് ആ ഇസ്ലാമിക രാജ്യങ്ങളുടെ ജൂതവികാരത്തെ മുതലെടുക്കാൻ ശ്രമിക്കേണ്ട കാര്യം എന്തായിരുന്നു ഇറാന്? അപ്പോൾ സ്വന്തം കഴിവിൽ വിശ്വാസമില്ല എന്ന് മാത്രമല്ല, ഇസ്രായേലിന്റെ കഴിവിൽ ഭയവും ഉണ്ടായിരുന്നു. ഇസ്രായേലിന്റെ കഴിവിൽ ഇവർക്ക് ഭയമായിരുന്നു. ഇറാന്റെ പരമോന്നത നേതാവായ ഇബ്രാഹിം റൈസിയെ വരെ പേജർ ആക്രമണത്തിൽ കൊലപ്പെടുത്താൻ ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അവര് പുലിക്കുട്ടികൾ തന്നെയാണ്. ഈ ഇറാനാകുന്ന സിംഹം എന്ന് നിങ്ങൾ പറയുന്ന ഈ മടയിൽ കയറിയിട്ടല്ലേ ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ ഹമാസിന്റെ നേതാവായ ഇസ്മായിൽ ഹനിയയെയും ഹിസ്ബുള്ളയുടെ നേതാവായ കമാൻഡോ നേതാവായ ഫുആദ് ഷുക്കൂറിന്റെയും തലയെറിഞ്ഞു കൊണ്ടുപോയത്. അപ്പോ ഇപ്പോഴിതാ ലെബനനിൽ വ്യോമാക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. വടക്കൻ ലെബനനിൽ ഉണ്ടായ മിസൈൽ ആക്രമണത്തിൽ
ഹമാസിന്റെ സായുധ വിഭാഗം നേതാവായ സയ്യിദ് അത്തല്ലയാണ് കൊല്ലപ്പെട്ടത്. ഈ ഹസൻ നസ്രുള്ളയ്ക്ക് പകരക്കാരനായി ഹമാസ് വിഭാഗത്തിന്റെ അടുത്ത നേതാവായ സയ്യിദ് അത്തല്ല ഒരു ദിവസം മുഴുമിച്ചില്ല നേതൃസ്ഥാനത്തിരുന്നിട്ട്. ഒരു ദിവസം മുഴുമിച്ചില്ല. അതായത് അജേഷ്, അതെ സത്യമാണ്, 50 വർഷം പഴക്കമുള്ള സാങ്കേതിക വിദ്യകളാണ് ഇറാൻ ഉപയോഗിക്കുന്നത്. ജൂതക്കുട്ടികളെ, തല നിറയെ ടെക്നോളജി ആരെയും നശിപ്പിക്കാനല്ല, രാജ്യത്തിന്റെ ലോകത്തിന്റെ പുരോഗതിക്ക് വേണ്ടി അവരവരുടെ എഫേർട്ട് ഉപയോഗിച്ച് കണ്ടെത്തുന്നതാണ്. 3.5 വയസ്സ് മുതൽ അവർ പഠിക്കുന്നത് മദ്രസ ബുദ്ധിയും കുണ്ടനടിയുമല്ല, രാജ്യത്തിന്റെ വികസനം, മനുഷ്യരുടെ ഐക്യം, അവര് സുഗമമായി ആശയങ്ങൾ വിനിമയം ചെയ്യാനടക്കമുള്ള ഗൂഗിൾ സൗകര്യങ്ങൾ വരെ അവരുടെ തലച്ചോറിൽ ഉരുത്തിരിഞ്ഞതാണ്. ജൂതന്മാരെ വെറുക്കുന്നവർ അതൊക്കെ ഒഴിവാക്കാൻ തയ്യാറാവണേ. ഇസ്രയേൽ വികസനം മാത്രമല്ല, വളരെയേറെ എല്ലാ രാജ്യങ്ങളുമായും സൗഹൃദവും വാണിജ്യവും വ്യവസായവും എല്ലാ മേഖലയുമായും സഹകരിച്ചു പോകുന്ന ഒരു രാജ്യവും കൂടിയാണ്. ഏതെങ്കിലും അറബ് രാജ്യത്തിന് ഇസ്രായേലിനെ ബഹിഷ്കരിക്കാൻ പറ്റുമോ? ഇസ്രായേലിനോട് അവർക്ക് ആർക്കും വിരോധമില്ല, ഇസ്രായേലിനോട് അവർക്കാർക്കും വെറുപ്പുമില്ല. ഇസ്രായേലിനോട് ഉപരോധം നടത്താനോ, ഇസ്രായേലിനോട് വെറുപ്പ് പ്രകടിപ്പിക്കാനോ, ഇസ്രായേലിനെ ബഹിഷ്കരിക്കാനോ ഒരു ഇസ്ലാമിക രാജ്യവും ഇന്നേ വരെ തയ്യാറായിട്ടുമില്ല. ഇപ്പോൾ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഏതാനും ദിവസങ്ങൾക്കകം തന്നെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 2000 കടന്നു. ഇസ്രായേലിൽ പോയി നിങ്ങളൊന്ന് എണ്ണം എടുത്തിട്ട് വായോ, നമുക്ക് നോക്കാലോ. കാരണം ഇവരെന്തോ ആനയോ ചേനയോ ഒക്കെ പുഴുങ്ങി മുട്ടയൊക്കെ അയച്ചെന്ന് പറഞ്ഞല്ലോ ഇസ്രായേലിലേക്ക്. എന്നിട്ട് എന്ത് സംഭവിച്ചു? വടക്കൻ ലെബനനിലെ നഗരമായ ട്രിപ്പോളിയിലെ പലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിൽ ഉണ്ടായ ആക്രമണത്തിൽ ഹമാസിന്റെ സായുധ വിഭാഗത്തിന്റെ തലവനും ഹസൻ നസ്രുള്ളയുടെ പകരക്കാരൻ എന്നറിയപ്പെട്ടിരുന്ന ഹമാസിന്റെ സായുധ വിഭാഗത്തിന്റെ അടുത്ത നേതാവ് സയ്യിദ് അത്തല്ല ഒരു ദിവസം പോലും ആ ഹമാസിന്റെ നേതൃസ്ഥാനത്ത് അമർന്നിരിക്കാൻ അയാൾക്ക് കഴിഞ്ഞിട്ടില്ല, കഴിയാൻ സമ്മതിച്ചിട്ടില്ല ഇസ്രായേലിന്റെ കൂലിക്കുട്ടികൾ. സയ്യിദ് അത്തല്ല ഒറ്റയ്ക്കല്ല പോയത്. സയ്യിദ് അത്തല്ലയുടെ കൂടെ അദ്ദേഹത്തിന്റെ 3 കുടുംബാംഗങ്ങളും കൂടി പോയി എന്നാണ് ഇസ്രായേൽ പറഞ്ഞത്. ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രദേശങ്ങളിൽ തുടർച്ചയായ സ്ഫോടനങ്ങൾ ഉണ്ടായി. ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കാൻ ഇസ്രായേൽ സൈന്യം നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണിത്. ഗാസയിലെ നുസ്രത്ത് അഭയാർത്ഥി ക്യാമ്പിൽ ഉണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ 7 പേര് കൊല്ലപ്പെട്ടു. നിങ്ങൾ വിചാരിച്ചു ജൂത കുഞ്ഞുങ്ങൾ ഒതുങ്ങിയത് പതുങ്ങാനാണെന്ന്? അല്ല, കുതിക്കാനായിരുന്നു. ജൂത കുഞ്ഞുങ്ങൾ ആരുടെയും മുമ്പിൽ പരാജിതരായി മുട്ടുമടക്കി ആയുധം വെച്ച് കീഴടങ്ങിയ ചരിത്രമുണ്ടായിട്ടില്ല. പിറവിയെടുത്ത ഉടനെ തന്നെ 6ഓളം അറബ് രാജ്യങ്ങളെ ചൂണ്ടുവിരലിൽ നിർത്താൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ട്. അന്ന് ഇത്രയും യുദ്ധ നൈപുണ്യമില്ല, മൊസാദ് രൂപീകൃതപ്പെട്ടിട്ടില്ല, IDF രൂപീകരിക്കപ്പെട്ടിട്ടില്ല. കൃത്യമായ രൂപത്തിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് പോലും അറിയാതെ, ഒരു കൃത്യമായിട്ടുള്ള സായുധ സംവിധാനമോ നേതൃത്വമോ യുദ്ധപാഠവമോ ഇല്ലാതെ പിച്ചവെച്ച ഏതാനും ദിവസങ്ങൾക്കകം 6ഓളം അറബ് രാജ്യങ്ങളെ പരാജയപ്പെടുത്തി മൂടും പൊക്കി ഓടിച്ച രാജ്യമാണ് ഇസ്രായേൽ. അതുകൊണ്ട് ഇസ്രായേലിനോട് ഇവരുടെ ഒരു പിടിയും നടക്കില്ല, ഒരു പണിയും നടക്കില്ല. ഇപ്പോ ഹിസ്ബുള്ളയുടെ മേധാവിയായിരുന്നല്ലോ ഹസൻ നസ്രുള്ള. അയാൾ എത്രയോ കൊല്ലങ്ങളായി ജനങ്ങളെ അഭിമുഖീകരിച്ചിട്ട് പോലും അദ്ദേഹത്തിന്റെ അനുയായികളെ പോലും അദ്ദേഹം അഭിമുഖീകരിക്കാറുണ്ടായിരുന്നില്ല. രഹസ്യ ചാരന്മാരെ വെച്ചിട്ടായിരുന്നു ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയങ്ങൾ കൈമാറിയിരുന്നത്. അത്ര പേടിച്ച് ബങ്കറിൽ ഒളിക്കത്തക്ക രൂപത്തിലുള്ള നേതാക്കന്മാരോ ഇറാന്, ഹിസ്ബുള്ളയ്ക്ക്, ഹമാസിന്, ഹൂതികൾക്ക്. നെതന്യാഹു സൈനികരുടെ യൂണിഫോമും ഇട്ട് ഗാസയിൽ കളത്തിൽ ഇറങ്ങി യുദ്ധത്തിന്റെ ആദ്യ ദിവസം തന്നെ സൈനികർക്കൊപ്പം. എന്നിട്ട് നെതന്യാഹു എവിടെയോ ബങ്കറിൽ ഒളിച്ചെന്നൊക്കെ ഇവര് പറയുന്നത്.
അതിനെ നെതന്യാഹു ജൂതനല്ലായിരിക്കണം. ഇപ്പൊ ഈ ഹസൻ നസ്രുള്ളയെ വധിച്ചതിന്റെ പേരിലാണ് ഹിസ്ബുള്ളയ്ക്ക് ഇസ്രായേലിനോട് തീർത്താൽ തീരാത്ത പകയായി മാറിയത്. അതോടൊപ്പം തന്നെ ഇബ്രാഹിം റൈസി എന്ന് പറയുന്ന ഇറാന്റെ മുൻ പ്രസിഡന്റിനെ വകവരുത്തിയതിനുള്ള പകയും എല്ലാം കൂടി ചേർന്ന് ഇസ്രായേലിനെ പപ്പടം പൊട്ടിക്കാനുള്ള പകയോടുകൂടിയാണ് 181 ഓലപ്പടക്കങ്ങൾ ഇസ്രായേലിലേക്ക് അയച്ചത്. ഒരെണ്ണം പോലും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെന്ന് മാത്രമല്ല, ആകാശത്ത് നിന്ന് പൂത്തിരി പോലെ കത്തി ഇസ്രായേലിന്റെ അയൺ ഡോം സിസ്റ്റം എല്ലാത്തിനെയും പുകയാക്കി മാറ്റി. ഇപ്പോ ഇവരെ കൂടിയിരുന്നു ഒന്ന് ചർച്ച ചെയ്തിട്ടേ ഉള്ളൂ. നമുക്കെന്നാൽ അടുത്ത പിൻഗാമി ആരാണ്? ഹസൻ നസ്രുള്ളയ്ക്ക് പകരം സെയ്ദ് അത്തള്ളയാക്കിയാലോ? തെറിച്ചു സെയ്ദ് അത്തള്ളയുടെ തല. അടുത്തതാണ് എന്നാ പിന്നെ ഹാഷിം സഫീദിനെ ആയാലോ? ഏതാനും മിനിറ്റുകൾക്കകം ഹാഷിം സഫീദിന്റെ തല താവന്ന് വീഴുന്നു ഹിസ്ബുള്ളയ്ക്ക് മുമ്പിൽ. അതുകൊണ്ട് നേതാവില്ലാത്ത പട നായിപ്പട എന്ന് പറയും. അതുപോലെ ഹിസ്ബുള്ള ടീം ചിതറി ഓടിക്കൊണ്ടിരിക്കുന്നു. കാരണം അടുത്ത നേതാവായി ഹസൻ നസ്രുള്ളയ്ക്ക് പകരക്കാരനായി സെയ്ദ് അത്തള്ളയെ തീരുമാനിച്ചപ്പോൾ ആ തല തെറിക്കുന്നു. ഹാഷിം സഫീദിനെ തീരുമാനിച്ചപ്പോൾ ഹാഷിം സഫീദിനെ കൊലപ്പെടുത്തുന്നു. ഇനി എന്ത് ചെയ്യും ഇവര്? ഇന്നലെ ബെയ്റൂട്ടിലെ വ്യോമാക്രമണത്തിലാണ് ബങ്കറിലായിരുന്ന ഹാഷിം കൊല്ലപ്പെട്ടത് എന്നാണ് വിവരം. നസ്രുള്ള കൊല്ലപ്പെട്ട് ഒരാഴ്ചക്കകമാണ് ഹിസ്ബുള്ളയുടെ പുതിയ 4ഓളം നേതാക്കളെ ഇസ്രായേൽ കൊണ്ടുപോകുന്നത്. നസ്രുള്ളയുടെ അടുത്ത ബന്ധുവായിരുന്നു ഹാഷിം സഫീദുദ്ദീൻ. നസ്രുള്ളയുടെ വലം കൈ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഹിസ്ബുള്ളയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ മേധാവി കൂടിയായിരുന്നു അദ്ദേഹം. ഇറാനുമായി അടുത്ത ബന്ധവുമുണ്ട് കക്ഷിക്ക്. ഹാഷിമിന്റെ മകൻ റസ ഹാഷിം ഇറാനിലെ ഉന്നത സൈനിക കമാൻഡർ കൂടിയായിരുന്ന ജനറൽ കാസിം സുലൈമാനിയുടെ മകളുടെ ഭർത്താവ് കൂടിയാണ്. അപ്പൊ ഇവർ തമ്മിൽ നല്ല ബന്ധമുണ്ട്. 2020 ജനുവരി 3-ാം തീയതി US-ന്റെ ഡ്രോൺ ആക്രമണത്തിലാണ് സുലൈമാനി കൊല്ലപ്പെടുന്നത്. 1964 തെക്കൻ ലെബനനിലാണ് ഹാഷിം ജനിക്കുന്നത്. ഇറാനിൽ പഠനം പൂർത്തിയാക്കിയതിനു ശേഷം 1994 മുതൽ ഹിസ്ബുള്ളയിൽ സജീവമായി പ്രവർത്തിച്ചു തുടങ്ങിയ വ്യക്തി. ഹിസ്ബുള്ളയുടെ സ്ഥാപകരിൽ കൂടി ഒരാളാണ് അദ്ദേഹം. ഹാഷിം നസ്രുള്ളയുമായി മുഖസാമ്യം ഉണ്ടായിരുന്നതും പ്രശസ്തനാക്കി അദ്ദേഹത്തെ. 2017 ഹാഷിമിനെ US ഭീകരനായി പ്രഖ്യാപിച്ചു. സൗദി അറേബ്യ ഇദ്ദേഹത്തെ കരിമ്പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരുന്നത്. ഹിസ്ബുള്ളയുടെ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി. ഗാസ യുദ്ധം ആരംഭിച്ച ശേഷമുള്ള ഇസ്രായേലിന്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നായിട്ടാണ് ഹിസ്ബുള്ള മേധാവിയായ ഹസൻ നസ്രുള്ളയുടെയും ഹാഷിം സഫീദിന്റെയും സെയ്ദ് അത്തള്ളയുടെയും വധത്തെ കണക്കാക്കുന്നത്. വർഷങ്ങളായി ഹിറ്റ് ലിസ്റ്റിലുള്ള നസ്രുള്ള അടക്കം ഹിസ്ബുള്ളയുടെ ഒട്ടുമിക്ക ഉന്നതരെയും കഴിഞ്ഞ 1 മാസത്തിനകം 1, 2, 3 എന്ന തോതിൽ ഇസ്രായേൽ കൊണ്ടുപോയി. അതായത് ഹിസ്ബുള്ളയുടെ തലവന്മാരെ ഒന്നൊന്നായി നോട്ടമിട്ട് ഇസ്രായേൽ നസ്രുള്ളയുടെ തലയെടുത്തതുപോലെ ഓരോരോ നേതാവിന്റെയും തലകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഇസ്രായേലിനെതിരെ ഒരുപാട് രാജ്യങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഇറാനുണ്ട്, ഇറാഖുണ്ട്, സൗദി അറേബ്യ എന്തായിരുന്നാലും ഇസ്രായേലിനോടൊപ്പമാണ്. കാരണം യമൻ വളർന്നു വന്നാൽ, ഹൂതികൾ വളർന്നു വന്നാൽ യമനും സൗദി അറേബ്യയും തമ്മിൽ കൊല്ലങ്ങളായിട്ട് നിലനിൽക്കുന്ന ഷിയ സുന്നി പ്രശ്നങ്ങളൊക്കെ നിലവിലുണ്ട്. അതുകൊണ്ട് അവരുടെയും കൂടി ആവശ്യമാണ് ഇവരെ ഇല്ലാതാക്കുക എന്നത്. ഇപ്പോ ഇറാഖിലെ സായുധ സംഘടനയായ ഇസ്ലാമിക് റെസിസ്റ്റൻസ്, അവരെ ഐസിസ് എന്ന് തന്നെ പറയാം, ഗോലാൻ കുന്നുകളിലും തൊബരിയയിലും ഒക്കെ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ 2 ഇസ്രായേലി സൈനികർ കൊല്ലപ്പെടുകയും 24 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായിട്ട് ഇന്നലെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇസ്രായേലിന്റെ പ്രതിരോധ സേന. ഇസ്രായേൽ നടത്തിയ
സിവിലിയൻ ആക്രമണങ്ങൾക്കുള്ള പ്രതികാരമായിട്ടാണ് ഈ ആക്രമണം എന്നാണ് ഇറാഖി സംഘടന പറഞ്ഞത്. പലസ്തീനെയും ലെബനനെയും പിന്തുണയ്ക്കുന്നു എന്ന് ഇസ്ലാമിക് റെസിസ്റ്റൻസ് വ്യക്തമാക്കി. ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് പിന്നാലെയായിരുന്നു പുതിയ സംഭവം. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിലെ സൈനികരാണ് ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇസ്രായേൽ സിറിയ അതിർത്തിയിലായിരുന്നു ഗോലാൻ കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത്. അവിടെ വെച്ചിട്ടായിരുന്നു ഈ 2 കൊലപാതകങ്ങളും നടക്കുന്നത്. ഇറാഖിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ നിറച്ച 2 ഡ്രോണുകളാണ് തൊടുത്തുവിട്ടത് എന്നാണ് IDF-ന്റെ കണ്ടെത്തൽ. അതിലൊന്ന് ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനമായ അയൺ ഡോം തകർത്തു. എന്നാൽ രണ്ടാമത്തേത് കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം വടക്കൻ ഗോലാൻ കുന്നുകളിലെ സൈനിക താവളത്തിൽ പതിക്കുകയും ചെയ്തു. ആദ്യത്തെ ഡ്രോൺ ആക്രമണത്തിൽ ഗോലാൻ കുന്നുകളിലെ നിവാസികൾക്ക് സൈറൺ മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു. രണ്ടാമത്തെ ആക്രമണത്തിൽ സൈറൺ മുഴങ്ങിയില്ല. ഇസ്രായേലിന്റെ പ്രതിരോധ സേന ഈ സംഭവത്തിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ ഡ്രോണിനെ യഥാസമയം കണ്ടെത്തുന്നതിൽ പിഴവുണ്ടായതുകൊണ്ടാണ് ഈ മരണം സംഭവിച്ചതും 24 പേർക്ക് പരിക്കേറ്റത്. സൈറണുകൾ മുഴങ്ങാതിരിക്കുന്നതിനുള്ള കാരണം എന്താണ് എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് നിവാസികൾക്ക് അഭയം തേടാൻ സാധിക്കാതെ പോയത്. അതിൽ ആശങ്ക പരത്തുന്ന രൂപത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നതെല്ലാം. എന്തുകൊണ്ടാണ് അലേർട്ട് ലഭിക്കാത്തത്? അത് ലഭിക്കാതിരിക്കുന്നതിന് വേണ്ടി ലെബനൻ എന്തെങ്കിലും ചെയ്തോ, അതോ നമ്മുടെ എന്തെങ്കിലും സാങ്കേതിക തകരാറാണോ എന്നതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മൊസാദ്. ഇപ്പോ ട്രംപ് കൃത്യമായ രൂപത്തിൽ പല കാര്യങ്ങളിലും വ്യക്തമായ അഭിപ്രായം പറയുന്ന ഒരു ഭരണാധികാരിയായിരുന്നു. ഭരണത്തിലിരിക്കുന്ന സമയത്തും അവിടെ നിന്ന് മാറിയപ്പോൾ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പലപ്പോഴും ഇസ്ലാമിക തീവ്രവാദത്തോട് ശക്തമായ രൂപത്തിലുള്ള സമീപനത്തോടുകൂടി അതിനെ സ്വീകരിച്ചിരുന്ന വ്യക്തി കൂടിയായിരുന്നു. മറുപടി പറയേണ്ടവർക്ക് മാത്രം മറുപടി പറഞ്ഞാൽ മതിയല്ലോ, പോരെ? എന്താ ഒരു മറുപടി പോലും ഇല്ലാത്തത്? ഇവനൊക്കെ വന്നിട്ടേ ഇവന്റെയൊക്കെ ഫ്രസ്ട്രേഷൻസ് ഒക്കെ എഴുതി വെക്കുമ്പോഴേക്ക് അതിന് മറുപടി പറയാനിരിക്കുന്ന ആളല്ല ഞാൻ. മര്യാദക്കുള്ള ചോദ്യങ്ങളാണെങ്കിൽ, മര്യാദക്കുള്ള വിമർശനങ്ങളാണെങ്കിൽ അതിന് ഞാൻ മറുപടി പറയും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലോകത്തിലെ ഏറ്റവും ഒരു പിഴച്ച ജന്മത്തിന്റെ പേര് പോലും എന്റെ ചാനലിൽ പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ അവരുടെ പേര് നിരന്തരം വന്ന് എഴുതി വെച്ചാൽ ഞാൻ നിനക്കൊക്കെ എന്ത് മറുപടിയാണ് പറയേണ്ടത്? ഞാൻ അവരുടെ പേര് പോലും പറയുന്ന ആളുകളെ ഞാൻ പറഞ്ഞു വിടാറാണ് സാധാരണ പതിവ്. നിൽ ഇവരുടെ ഒരുപാട് അക്കൗണ്ടുകൾ ഞാൻ ഓരോ ദിവസവും ബ്ലോക്ക് ചെയ്ത് വിടുമ്പോൾ അടുത്തതുമായിട്ട് അടുത്ത ദിവസം വീണ്ടും വരും. ഇന്ന് ഉച്ചയ്ക്ക് എന്തോ അനാവശ്യം പറഞ്ഞതിന്റെ പേരിൽ ഈ നില്ലിനെ ഞാൻ ബ്ലോക്ക് ചെയ്ത് വിട്ടതാ. അപ്പോൾ പുതിയതുമായിട്ട് വീണ്ടും വന്നു. ഇങ്ങനെയുള്ള ആളുകളുടെ ഒന്നും കമന്റ് വായിക്കാനോ അവർക്കിങ്ങനെ അവരുടെ ഫ്രസ്ട്രേഷൻസ് എഴുതി വെക്കാനോ അല്ല ഈ കമന്റ് ബോക്സ് ഉള്ളത്. വീട്ടിൽ ചെന്നിരുന്നേ ഒരിടത്ത് ഒതുങ്ങിപ്പോയിരുന്ന് എഴുതി ആശ്വസിച്ചു വെച്ചല്ലേ. ആശ്വസിക്കുകയും ചെയ്യാം, ആസ്വദിക്കേണ്ടവർക്ക് അതും ആകാം. നിങ്ങളുടെ ഫ്രസ്ട്രേഷൻസ് തീർക്കാനുള്ള സ്ഥലമല്ല ഇത്. ശ്രദ്ധയിൽപ്പെട്ടാൽ ബ്ലോക്ക് ചെയ്ത് വിടും. എൻ്റെ അഭിപ്രായം പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. ഏത് വിഷയത്തിലും ഏത് വിഷയത്തിലാണെങ്കിലും ശരി, എനിക്ക് എൻ്റെ അഭിപ്രായം തുറന്നു പറയുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ലൈവും ഈ ഒരു പേജും ഈ ഒരു സൈറ്റും ഒക്കെ. അത് കേൾക്കേണ്ടവർക്ക് കേൾക്കാം, അതല്ലേ ഒഴിഞ്ഞു പോകുക. ഒരു നിർബന്ധവും ഇല്ല. എൻ്റെ രാജ്യം ഇന്ത്യ മഹാരാജ്യമാണ്. ആ രാജ്യത്തിന്റെ ജനാധിപത്യം നിലനിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആ രാജ്യം ഇസ്രായേലിന് പിന്തുണ നൽകിയത് കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഇന്ത്യക്ക് താല്പര്യമുണ്ടാകും. കാരണം ഇന്ത്യയോട് ഒരിക്കലും ഇസ്രായേൽ ശത്രുതയോടുകൂടി പെരുമാറിയിട്ടില്ലെന്ന് മാത്രമല്ല, ചൈന വാറിന് ഒരു രാജ്യവും സഹായിക്കാതിരുന്ന സമയത്ത് ഇന്ത്യയെ പിടിച്ചു നിർത്താൻ യുദ്ധക്കളത്തിൽ ഇറങ്ങിയ ആൾക്കാരുകൂടിയാണ് ഇസ്രായേൽ. അതുകൊണ്ട് ആ രാജ്യത്തോട് തീർത്താൽ തീരാത്ത കടപ്പാടും പ്രതിബദ്ധതയും എൻ്റെ രാജ്യത്തിനുണ്ടെങ്കിൽ ഈ രാജ്യത്തിന്റെ പൗരത്വമാണ് ഞാൻ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഈ രാജ്യത്തോട് കൂറുള്ള വ്യക്തി തന്നെയായിരിക്കും ഞാൻ. അതെ അജേഷ്, ഇറാൻ കുറെ നാളായി ഇസ്രായേലിനെ ഇപ്പൊ മൂത്രം ഒഴിച്ച് ഒലിപ്പിച്ച് കളയുമെന്നാണ് പറഞ്ഞിരുന്നത്. ഒടുവിൽ മൂത്രം ഒഴിക്കാൻ നിന്നപ്പോഴേക്ക് ഇസ്രായേൽ സുനെ അങ്ങ് കൊണ്ടുപോയി. ഇവരുടെ ഒരു പണിയും നടക്കില്ല. ഇറാൻ ഇസ്രായേലിന് നേരെ നടത്തിയ ആക്രമണത്തിന് മറുപടിയായി ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലെങ്കിലും
ഇസ്രായേൽ ആക്രമണം നടത്തണമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് വെറുതെയല്ല. കാരണം അടിക്കുമ്പോൾ തലയ്ക്കടിക്കണമെന്ന് പറയുന്നത് പോലെ മർമ്മത്തിൽ അടിക്കണം, എന്നാലേ ഇവർക്ക് വെളിവ് വീഴും. തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തോട് സ്നേഹം വേണം ബിനു. നമ്മൾ ഈ രാജ്യത്തല്ലേ ജീവിക്കുന്നത്. ഈ രാജ്യത്തെ സേവിക്കുന്നതിന് വേണ്ടിയല്ലേ സൈനികർ അവിടെ രാവും പകലും കാത്തു നിൽക്കുന്നത്. മരണമെങ്കിൽ മരണം, ജീവിതമെങ്കിൽ ജീവിതം. അവർ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുവാണ് ശത്രുവിന്റെ ഓരോ നീക്കങ്ങളെയും നമ്മൾക്കൊക്കെ സുരക്ഷിതത്വം ഉണ്ടാക്കി തരുന്നതിന് വേണ്ടി, നിർഭയം നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഈ രാജ്യത്തെ പട്ടാളക്കാരോട് സ്നേഹം ഉണ്ടാകണം, ഈ രാജ്യത്തോട് കൂറുണ്ടാകണം, ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയോട് പ്രതിബദ്ധതയും ഉണ്ടാകണം. അല്ലാത്തവരെ നന്ദി കെട്ടവരെന്നല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോ നോർത്ത് കരോലിനയിലെ ഒരു പ്രചാരണ പരിപാടിയിൽ സംസാരിക്കുമ്പോൾ മുൻ അമേരിക്കൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയും കൂടിയായ ട്രംപാണ് പറഞ്ഞത്, കുറഞ്ഞ പക്ഷം ഇറാന്റെ ആണവ കേന്ദ്രമെങ്കിലും ഇസ്രായേൽ ലക്ഷ്യം വയ്ക്കണം, എന്നാലേ ഇറാന്റെ വലത് കരം ഒടിയൂ. ആണവ കേന്ദ്രം ആക്രമിക്കുന്നതിനെതിരെ പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രസ്താവന വന്നതിന് പിന്നാലെയായിരുന്നു ട്രംപിന്റെ പരാമർശം. ഇറാനെതിരെ കൂടുതൽ ഉപരോധം വേണമെന്നും എന്നാൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും ഇസ്രായേലിന് പ്രതിരോധിക്കാം, പക്ഷേ അത് ആനുപാതികമായി വേണമെന്നുമായിരുന്നു ബൈഡൻ പറഞ്ഞത്. ഇസ്രായേൽ ഇറാൻ പ്രശ്നങ്ങളെക്കുറിച്ചും മിസൈൽ ആക്രമണത്തെക്കുറിച്ചുമുള്ള ചോദ്യത്തിനായിരുന്നു ട്രംപ് തുറന്നടിച്ചു മറുപടി പറഞ്ഞത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആദ്യം ബോംബിട്ട് തകർക്കുകയാണ് ഇസ്രായേൽ ചെയ്യേണ്ടത്. ജോ ബൈഡനോട് ഈ പ്രശ്നത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആണവ കേന്ദ്രങ്ങൾ തകർക്കൂ എന്നും അതുകൊണ്ട് വരുന്ന പ്രശ്നങ്ങൾ പിന്നീട് നോക്കാമെന്നുമായിരുന്നു അദ്ദേഹം മറുപടി പറയേണ്ടിയിരുന്നത് എന്നും ബൈഡൻ പറഞ്ഞു. അല്ല, ട്രംപ് പറഞ്ഞു. ഇസ്രായേൽ അത് ചെയ്യുന്നതിനർത്ഥം ചെയ്യുന്നു എന്ന് തന്നെയാണ്, എന്നാൽ അവരുടെ പദ്ധതികൾ എന്താണ് എന്ന് അറിയേണ്ടിയിരിക്കുന്നു എന്നും ട്രംപ് പറഞ്ഞു. അതല്ലേ ടൈം, ആലോചിച്ച് നോക്ക്. TME ജൂതനെ തെറി പറയുന്നത് വരെ ജൂതൻ ഉണ്ടാക്കിയ മീഡിയയിലൂടെയാണ്. ഫേസ്ബുക്കും യൂട്യൂബും ട്വിറ്ററും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഇല്ലെങ്കിൽ ഇവർക്ക് ജൂതനെ തെറി പറയാൻ പറ്റില്ല. ജൂതൻ തോറ്റേന്ന് നിലവിളിക്കാൻ ഇവർക്കറിയാം. ജൂതൻ ഉണ്ടാക്കിയതെല്ലാം വേണം നന്ദി കെട്ട വിഭാഗത്തിന്. ചില ആളുകൾ അങ്ങനെ കാഫിറായി അള്ളാഹുവിനെയും റസൂലിനെയും ഒക്കെ വിമർശിച്ചുണ്ടാക്കുന്ന പണമൊക്കെ അവർക്ക് വേണം. അവർക്ക് അവരുമായിട്ട് സഹകരിക്കാൻ വയ്യ, അവരോട് സ്നേഹവും വേണ്ട. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആളുകളുണ്ട്, പള്ളിക്കാർ ഉൾപ്പെടെ. പബ്ലിക്കായിട്ട് തന്നെയാണ് പറയുന്നത്. ജാമിദ, പള്ളിക്ക് ഒരു ഫണ്ട് വേണം, മദ്രസയ്ക്ക് ഒരു ഫാൻ വേണം, മയ്യത്ത് സംസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ ഒരു ഫണ്ട് വേണം. ശരിയാൻ കൊടുക്കാറുണ്ട്. ജാമിദ കാഫിറ. അത് തന്നെയാണ് ഇവിടെ എല്ലാ രീതിയിലും ഇവര് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജൂതൻ ഉണ്ടാക്കിയ എല്ലാ മീഡിയയും ഇവർക്ക് വേണം. ഇസ്രായേൽ ഹമാസ് യുദ്ധം വന്ന സമയത്ത് ഗാസയിലെ ആളുകൾക്ക് ജോലി കൊടുക്കണം, അവർക്ക് ഇന്ധനം കൊടുക്കണം, ഇന്റർനെറ്റ് കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം, വെള്ളം കൊടുക്കണം, സംരക്ഷണം കൊടുക്കണം, വഴി കൊടുക്കണം, ഇതെല്ലാം ചെയ്യണം. പക്ഷേ ഗാസ ഇസ്രായേലിനെ ആക്രമിക്കും. ഇതാണ് ഇവരുടെ രീതി. അമേരിക്ക മുന്നറിയിപ്പ് നൽകുകയാണ്. ബൈഡൻ പറയുന്നു ചെയ്യല്ലേ, ആണവ കേന്ദ്രത്തെ ഒന്നും ചെയ്യല്ലേ. ട്രംപ് പറയുന്നു അതെങ്കിലും ചെയ്യും, ആണവ കേന്ദ്രമെങ്കിലും നിങ്ങൾ കത്തിക്കണം. അമേരിക്കയുടെ മുന്നറിയിപ്പിന് പിന്നാലെയായിരുന്നു ഇസ്രായേൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത്. ഇസ്രായേലിലെ ടെൽ-അവീവിൽ ഉൾപ്പെടെ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ തന്നെ സ്ഥിരീകരിച്ചു. ഇതിന് പിന്നാലെ ഇറാനെതിരെ തിരിച്ചടിക്കുമെന്ന് ഇസ്രായേലും പറഞ്ഞു. പക്ഷെ അപ്പോഴും ഇസ്രായേൽ പറഞ്ഞു, ഞങ്ങൾ തിരിച്ചടിച്ചാൽ നിങ്ങളത് താങ്ങില്ല, പക്ഷേ ഞങ്ങൾക്ക് നിലനിൽക്കണ്ടേ. അതുകൊണ്ടാണ് ബൈഡൻ അറിയാം, ഇസ്രായേൽ തുടങ്ങി വെച്ചാൽ മറ്റൊരു നാഗസാക്കിയാക്കി ഇറാനെ നശിപ്പിക്കും. ഹിരോഷിമയും നാഗസാക്കിയും ഒന്നും മറന്നിട്ടില്ലല്ലോ. അതിന്റെ എല്ലാ ആണവായുധങ്ങളും ഇസ്രായേലിന്റെ കൈവശമുണ്ട്. അതുകൊണ്ടാണ് അമേരിക്കയ്ക്ക് ഭയം. അമേരിക്ക ഭയക്കുന്നത് അതുകൊണ്ടാണ്. ഹിസ്ബുള്ള ഭീകരർക്ക് വേണ്ടിയുള്ള ആയുധങ്ങളുമായി ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത വിമാനം യാത്ര റദ്ദാക്കി തിരികെ പറന്നു. കാരണം എന്താ? മൊസാദ് വട്ടമിടുക. ഇസ്രായേലിന്റെ പ്രതിരോധ സേനയുടെ താക്കീതിനെ തുടർന്നാണ് വിമാനം ഇറാഖിന്റെ വ്യോമാതിർത്തിയിൽ നിന്ന് തിരികെ പറന്നത്. ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു തത്സമയം.
ലെബനനോ സിറിയയോ ലക്ഷ്യമാക്കിയാണ് വിമാനം യാത്ര തിരിച്ചത് എന്നാണ് വിവരം. ലെബനനിൽ ഹിസ്ബുള്ള ഭീകരർക്കെതിരായ സൈനിക നീക്കം തുടരുമെന്ന് ഇസ്രായേൽ അറിയിച്ചു. ലെബനനും സിറിയയ്ക്കും ഇടയിലായി ഹിസ്ബുള്ള ഭീകരർ ഉപയോഗിച്ചിരുന്ന തുരങ്കം IDF തകർത്തിട്ടുണ്ട്. അതേസമയം ഹൈഫയ്ക്ക് സമീപമുള്ള റാമത്ത് ദാവീദ് വ്യോമതാവളത്തിൽ റോക്കറ്റ് ആക്രമണം നടത്തിയതായി ഹിസ്ബുള്ള അവകാശപ്പെട്ടു. ലെബനൻ അതിർത്തിയിൽ നിന്ന് 45 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ വ്യോമതാവളം. എന്നാൽ ലെബനനിൽ നിന്ന് ഇസ്രായേൽ അതിർത്തി കടന്നെത്തിയ റോക്കറ്റുകളെയും മിസൈലുകളെയും തകർത്തതായി ഇസ്രായേൽ വ്യോമസേന വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രായേൽ പ്രതിരോധ സേനയുടെ താക്കീതിന് പുറമെയാണ് ഇറാനിൽ നിന്ന് ഹിസ്ബുള്ള ഭീകരർക്ക് വ്യത്യസ്ത രൂപത്തിലുള്ള ആയുധങ്ങളുമായി വന്ന വിമാനത്തിന് താഴെ ഇറങ്ങാൻ പറ്റിയില്ല. അതിനു മുമ്പ് ഇസ്രായേൽ അതിനെ കൊത്തിവലിച്ചു. തന്നെയുമല്ല, ലെബനൻ എപ്പോഴാണോ ഇസ്രായേലിനെതിരെ ഗാസയ്ക്ക് വേണ്ടി ഹമാസിന് വേണ്ടി തിരിഞ്ഞത്, അതോടുകൂടി ലെബനന്റെ സമാധാനം നഷ്ടപ്പെട്ടു. പേജർ ആക്രമണവും വോക്കി ടോക്കി പൊട്ടിത്തെറിയും, മയ്യത്ത് പൊട്ടിത്തെറിക്കുന്നു, ആംബുലൻസ് പൊട്ടിത്തെറിക്കുന്നു, മിസൈലുകൾ വർഷിക്കുന്നു. ഇതോടെ 4 ദിവസത്തിനിടയിൽ 250ഓളം ഹിസ്ബുള്ളയുടെ സായുധ അംഗങ്ങളെ കൊലപ്പെടുത്തിയെന്ന് ഇസ്രായേൽ പറഞ്ഞു. ഹിസ്ബുള്ളയുടെ ഉന്നത നേതാക്കൾ ഉൾപ്പെടെ വധിക്കപ്പെട്ടെന്ന് ഇസ്രായേലിന്റെ പ്രതിരോധ സേന വ്യക്തമാക്കി. ഹിസ്ബുള്ളയുടെ 2000-ലധികം സൈനിക കേന്ദ്രങ്ങളും തകർത്തു. ഹിസ്ബുള്ള തലവനായ ഹസൻ നസ്രുള്ള മുതൽ സാധാരണ സൈനികർ വരെ ഇസ്രായേലിന്റെ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രായേൽ സൈന്യം ഡിക്ലെയർ ചെയ്തത്. 5 ബറ്റാലിയൻ കമാൻഡർമാരെയും 10 കമ്പനി കമാൻഡർമാരെയും 6 പ്ലാറ്റൂൺ കമാൻഡർമാരെയും വധിച്ചതായി സൈന്യം വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസമാണ് ഹിസ്ബുള്ള നേതാവ് മുഹമ്മദ് റാഷിദ് സഖാഫിയെ വധിക്കുന്നത്. ബെയ്റൂട്ടിൽ നടത്തിയ ആക്രമണത്തിലാണ് മുഹമ്മദ് റാഷിദ് സഖാഫിയെ വധിക്കുന്നത്. 2000 മുതൽ ഹിസ്ബുള്ളയുടെ ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിന്റെ മേധാവിയാണ്. ഹിസ്ബുള്ളയുടെ മേധാവി ഹസൻ നസ്രുള്ളയെ ഇസ്രായേൽ കഴിഞ്ഞ മാസം അവസാനം കൊലപ്പെടുത്തിയിരുന്നു. തെക്കൻ ലെബനനിലെ ബെയ്റൂട്ടിൽ നടത്തിയ ബോംബാക്രമണത്തിലാണ് ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ടത്. 32 വർഷമായി ഹിസ്ബുള്ളയുടെ മേധാവിയായിരുന്ന ഹസൻ നസ്രുള്ള സൂര്യപ്രകാശം കണ്ടിട്ടില്ല. സൂര്യപ്രകാശം കാണാതെ ബങ്കറിനുള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഈ നേതാവ്. ഒടുവിൽ ഒന്ന് സൂര്യപ്രകാശം കാണാൻ വേണ്ടി പുറത്തിറങ്ങി, പിന്നീട് അകത്ത് കയറേണ്ടി വന്നില്ല. ഒരു തുരങ്കത്തിൽ നിന്നും മറ്റൊരു തുരങ്കത്തിലേക്ക്, ആ തുരങ്കത്തിൽ നിന്നും അടുത്തൊരു തുരങ്കത്തിലേക്ക്, സമാധാനമില്ലാത്ത ജീവിതത്തിലേക്കാണ് ഈ നേതാക്കന്മാർ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ തന്നെ വിതച്ചത് അവർ തന്നെ കൊയ്തുകൊണ്ടിരിക്കുന്നു. ഇസ്രായേലിനെതിരായ ഹമാസ് ആക്രമണത്തിന്റെ വാർഷിക ദിനമായ ഒക്ടോബർ 7-ന് US-നുള്ളിൽ ആക്രമണങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് FBI അമേരിക്കക്കാർക്ക് മുന്നറിയിപ്പ് നൽകി. FBI-യും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയും വെള്ളിയാഴ്ച പുറത്തിറക്കിയ അറിയിപ്പ് പ്രകാരം ഇസ്രായേലിനെതിരായ ഹമാസ് ആക്രമണത്തിന്റെ വാർഷികത്തോട് പ്രതികരിച്ച് ചിലർ അക്രമ സംഭവത്തിലേക്ക് കടന്നേക്കാമെന്നും അത്തരത്തിലൊരു ഭീഷണി US-ൽ ഉണ്ടെന്നും വ്യക്തമാക്കി. തിങ്കളാഴ്ചത്തെ വാർഷികം അക്രമ തീവ്രവാദികൾക്കും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്കും അക്രമത്തിലേർപ്പെടാനോ പൊതുസുരക്ഷയെ ഭീഷണിപ്പെടുത്താനോ പ്രേരിപ്പിക്കുന്ന ഘടകമാകുമെന്ന് മുന്നറിയിപ്പിലുണ്ട്. ഇപ്പോഴും തകർന്നുകൊണ്ടിരിക്കുന്ന ലെബനനെ സംബന്ധിച്ചിടത്തോളം, ഗാസയെ സംബന്ധിച്ചിടത്തോളം, ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇസ്രായേലിനോട് ഇനിയും പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. കാരണം ശക്തമായ രൂപത്തിൽ 1 വർഷമായി ഇസ്രായേൽ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നു. ഒക്ടോബർ 7-ാം തീയതി മാത്രമേ ഹമാസിന് ഇസ്രായേലിനെ ആക്രമിക്കേണ്ടി വന്നുള്ളൂ. അതിന്റെ പ്രതികാര നടപടി എന്ന വണ്ണം 1 വർഷമായി തുടരുന്നു ഇസ്രായേൽ കൊന്നൊടുക്കൽ പരിപാടി. ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതു മുതൽ അക്രമ തീവ്രവാദ പ്രവർത്തനം നിരീക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് UN അടക്കം ചൂണ്ടിക്കാണിക്കുമ്പോഴും ഇസ്രായേൽ പറയുന്നു, നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്യാം, ഞങ്ങൾക്ക് പ്രത്യാക്രമണത്തിനും പ്രതിരോധത്തിനും പ്രതികരിക്കാനും ഒക്കെയുള്ള അവകാശമുണ്ട്.
അവകാശവുമുണ്ട്. വാർഷികവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന നിയമാനുസൃത പ്രകടനങ്ങളും വലിയ പൊതുയോഗങ്ങൾ ഉൾപ്പെടെയുള്ളവയും അക്രമാസക്തരായ തീവ്രവാദികളും വിദ്വേഷ കുറ്റവാളികളും ഉൾപ്പെടെയുള്ളവർക്ക് പ്രചോദനമാകും. അത് അക്രമ സംഭവങ്ങളിലേക്ക് നയിക്കാൻ ഇടയുണ്ട് എന്ന മുന്നറിയിപ്പുകളും ഇസ്രായേലിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഇസ്രായേലിനെ ഹമാസാണ് അങ്ങോട്ട് കയറി ആക്രമിച്ചത്. തന്നെയുമല്ല, ഇസ്രായേലിന്റെ തിരിച്ചടി എന്ന് പറഞ്ഞാൽ ചെറിയ തിരിച്ചടിയല്ല. ഇപ്പോ ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ കൂട്ടക്കുരുതിക്ക് സാക്ഷ്യം വഹിച്ചിരിക്കുന്ന ആഫ്രിക്കൻ രാജ്യമായ ബർക്കിന ഫാസോ കണ്ടോ? 3 മണിക്കൂർ നീണ്ട ഭീകരാക്രമണം, 600 മനുഷ്യ ജീവനുകളാണ് കവർന്നെടുത്തത്. CNN ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനേക്കാൾ ഭീകരമായ രൂപത്തിലാണ് ഇപ്പോൾ ഇസ്രായേലും തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നത്. 3 മണിക്കൂറത്തെ വെടിവെപ്പിൽ 600 പേരാണ് ചിന്നിച്ചിതറിയതെങ്കിൽ അത് ആഫ്രിക്കയിൽ, ഗാസയിൽ അതിന്റെ എത്രയോ ഇരട്ടിയായിരുന്നു. എത്രയോ ഇരട്ടി ആളുകൾ, എല്ലാം മനുഷ്യ ജീവനുകൾ, പച്ചയായ മനുഷ്യരാണ് ഈ മരിച്ചു വീഴുന്നതെല്ലാം. ഇപ്പോ ഇസ്രായേലാണ് ഹസൻ നസ്രുള്ളയെ കൊണ്ടുപോയത്. ഹിസ്ബുള്ളയുടെ തലവനായിരുന്നല്ലോ ഹസൻ നസ്രുള്ള. അയാളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ വിദഗ്ധമായ ആക്രമണത്തിന് സമാനമായി ഇന്ത്യൻ വ്യോമസേനയും ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ വ്യോമസേനാ മേധാവിയായ എയർ ചീഫ് മാർഷൽ AP സിംഗ്. 2019 ഫെബ്രുവരി 26 പാകിസ്ഥാന്റെ അതിർത്തിക്കുള്ളിൽ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ പരിശീലന കേന്ദ്രത്തിനെതിരെ ഇന്ത്യ നടത്തിയ ബാലാക്കോട്ട് ആക്രമണം അദ്ദേഹത്തിന് ഉദാഹരണമായിട്ട് എടുത്തു കാണിച്ചു. നസ്രുള്ളയെ പോലെ ഒരാളെ ഇല്ലാതാക്കാനുള്ള കഴിവ് ഇന്ത്യൻ വ്യോമസേനയ്ക്കുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയായിട്ട് അദ്ദേഹം ബാലാക്കോട്ട് സംഭവത്തെ ഓർമ്മിപ്പിച്ചു. ഇറാന്റെ 180 ബാലിസ്റ്റിക് മിസൈലുകളിൽ 99.9 തടഞ്ഞ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിനെ പറ്റിയും അദ്ദേഹം സംസാരിച്ചു. അയൺ ഡോമിന് സമാനമായ സംവിധാനങ്ങൾ ഇന്ത്യക്കുമുണ്ടെന്നും കൂടുതൽ വാങ്ങി കൂട്ടുന്നുണ്ടെന്നും AP സിംഗ് പറഞ്ഞു. ഇന്ത്യ ഇസ്രായേലിനേക്കാൾ വലിയ രാജ്യമായതുകൊണ്ട് കൂടുതൽ പ്രതിരോധ മാർഗങ്ങൾ ഇന്ത്യക്കുണ്ട്. കനത്ത വെല്ലുവിളികളെ നേരിടാൻ രാജ്യത്തിന് ഒരു തദ്ദേശീയ ആയുധ സംവിധാനം വേണമെന്ന് വ്യോമസേനാ മേധാവി വ്യക്തമാക്കുകയും ഇതൊക്കെ സൂചിപ്പിക്കുകയും ചെയ്തു. വിദേശ രാജ്യങ്ങളുടെ ആയുധങ്ങളെ നമ്മൾ എപ്പോഴും ആശ്രയിക്കുന്നത് പലപ്പോഴും പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു. അതിനെ തരണം ചെയ്യണമെങ്കിൽ ആയുധങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കപ്പെടണമെന്നും AP സിംഗ് പറഞ്ഞു. തേജസ് വിമാനത്തിന്റെ വ്യത്യസ്തമായ പതിപ്പുകൾ കൃത്യസമയത്ത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് വിതരണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. നാസിക്കിൽ HAL 2ാം നില തയ്യാറാക്കുന്നുണ്ടെന്നും പ്രതിവർഷം 24 തേജസ് യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതായത് ഇസ്രായേലിനെ വാനോളം പൊക്കുമ്പോൾ, ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇസ്രായേലിനേക്കാൾ എത്രയോ പ്രബലമായ സംവിധാനങ്ങൾ ഈ സ്വതന്ത്ര ഭാരതത്തിനുണ്ട്. ഇസ്രായേൽ ഗാസയ്ക്കെതിരെയും ഹിസ്ബുള്ളക്കെതിരെയും പ്രയോഗിച്ച അതേ സംവിധാനങ്ങൾ തന്നെ ഇന്ത്യ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യ അതെടുത്ത് പ്രയോഗിച്ചിട്ടുമുണ്ട്. നസ്രുള്ളയുടെ പിൻഗാമിയെയും ഇസ്രായേൽ വധിച്ച സ്ഥിതിക്ക് ലെബനനിൽ ഒരു സുരക്ഷയും ഇല്ലാതായിരിക്കുന്നു ഹിസ്ബുള്ളയുടെ നേതാക്കന്മാർക്ക്. ബൈഡൻ എടുക്കുന്ന മിതമായിട്ടുള്ള നിലപാടല്ല ഒരിക്കലും ട്രംപിൻ്റെത്. ട്രംപ് എപ്പോഴും ഷഠനോട് ഷാഠ്യമേ പാടുള്ളൂ എന്ന നിലപാടാണ് എടുക്കാറുള്ളത്. സമവായവും സമാധാനവും വിട്ടുവീഴ്ചയും ഒക്കെ അർഹിക്കുന്നവർക്ക് മാത്രം കൊടുത്താൽ മതി. അർഹിക്കാത്തവരോട് അങ്ങോട്ട് ചെന്നിട്ട് വേണ്ട. എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും ശരി, അവിടെ എല്ലാം ഇസ്രായേലിന്റെ ചാരന്മാർ മാത്രമെന്ന അവസ്ഥയിലേക്ക് ഇറാനും ലെബനനും ഒക്കെ പോയിരിക്കുന്നു. അൽ ജസീറ എന്ന മാധ്യമ സ്ഥാപനം US വിരുദ്ധ, ഇസ്രായേൽ വിരുദ്ധ മാധ്യമമാണ്. അമേരിക്കയുടെ CNN, ബ്രിട്ടന്റെ BBC എന്നിവയ്ക്കെതിരെ ഇസ്ലാമിക രാജ്യങ്ങളുടെ യഥാർത്ഥ ചിത്രം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിച്ച് ആരംഭിച്ച ഇസ്ലാമിക അനുകൂല TV ചാനലായിട്ടാണ് അൽ ജസീറ അറിയപ്പെടുന്നത് പോലും. പക്ഷേ അതിൽ ജോലി ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ ഇസ്രായേൽ ചാരനായിരുന്നു എന്ന് വെളിപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ.
ലെയ്ത്ത് ജാർ എന്ന പേരുള്ള പ്രമുഖ വീഡിയോ ജേർണലിസ്റ്റാണ് ഇസ്രായേൽ ചാരൻ എന്ന് തെളിഞ്ഞിരിക്കുന്നത്. ഇയാൾ പേരെടുത്ത് പറഞ്ഞ എല്ലാ ഹമാസ് നേതാക്കളും ഹിസ്ബുള്ള നേതാക്കളും ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ. ഇയാളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായതോടെ പലസ്തീൻ സുരക്ഷാ സേന തന്നെ ലെയ്ത്ത് ജാറിനെ അറസ്റ്റ് ചെയ്തു. ഇസ്രായേലിലെ യുദ്ധ കുറ്റങ്ങളെ കുറിച്ച് വളരെ ശക്തമായ റിപ്പോർട്ടുകൾ നിർമ്മിച്ച ആളാണ് മാധ്യമപ്രവർത്തകനായ ലെയ്ത്ത് ജാർ. അൽ ജസീറയിലെ മാധ്യമ പ്രവർത്തകരെല്ലാം ഈ വാർത്ത കേട്ട് ഷോക്കിലാണ്. ലെയ്ത്ത് ജാർ ഒരു ഇസ്രായേലി ചാരനായിരുന്നു എന്ന് ഒരിക്കലും ഞങ്ങൾ സംശയിച്ചിട്ടില്ല എന്ന് അൽ ജസീറയിലെ ജീവനക്കാർ ഒറ്റ വാക്കിൽ പറയുന്നു. ഇസ്രായേലിലെ ചാരന്മാരെ കണ്ടെത്താനും ഇസ്രായേൽ സംവിധാനത്തിന്റെ രഹസ്യങ്ങൾ കണ്ടെത്താനും ഇറാൻ രൂപീകരിച്ച രഹസ്യാന്വേഷണ ഏജൻസി തന്നെ നോക്കുകുത്തിയാണ് എന്ന് തിരിച്ചറിഞ്ഞത് ഇവിടെയാണ്. ഇറാൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ മേധാവി പോലും ഇസ്രായേൽ ചാരനായിരുന്നു എന്നറിയുന്ന ഹിസ്ബുള്ളയുടെ നേതാവ് ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ടതിന് വല്ല കാര്യം പറയാനുണ്ടോ? ഇറാന്റെ മുൻ പ്രസിഡന്റ് മഹ്മൂദ് അഹമ്മദ് നെജാദി അയാൾ വെളിപ്പെടുത്തിയത് എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെ എല്ലാം ഇസ്രായേൽ ചാരൻ മാത്രം. അതായത് ഇസ്രായേലിനെ ഇല്ലാതാക്കുന്നതിനു വേണ്ടി ഇറാനിൽ ഒരു ചാരസംഘടന രൂപീകരിക്കപ്പെട്ടു. ഈ രൂപീകരിക്കപ്പെട്ട ചാരസംഘടനയുടെ നേതാവ് മൊസാദിന്റെ നേതാവ്. എങ്ങനെയിരിക്കും? മൊസാദിനെ ഇല്ലാതാക്കാൻ ഉണ്ടാക്കിയതാ. മറൈൻ വന്നോ? ഹായ്. കാഫിറിനെ കൊല്ലാൻ റോക്കറ്റും കൊണ്ട് ഇറങ്ങിയവരാ. ഒരു കയ്യിൽ ഖുർആനും മറുകൈയിൽ ആയുധവുമേന്തി 5 വർഷത്തോളം ബങ്കറിനകത്ത് ഒളിച്ചിരുന്ന കൊമേനി ഇന്നലെ ഇറങ്ങിയിട്ടുണ്ട്. അടുത്തത് കൊമേനിയുടെ തലയും കൊണ്ടേ പോകുള്ളൂ എന്ന് നെതന്യാഹു തലയാട്ടി സമ്മതിച്ചിട്ടുമുണ്ട്. കാണാം. അതുകൊണ്ട് ഗെയിമിംഗ് ഡാർക്ക് നിന്റെ അപ്പനാണോ ഉണ്ടാക്കിയെന്നോ? കൊള്ളാം. അപ്പോ ഇസ്രായേൽ അതിനൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്ന രാജ്യമാണ്. അതുകൊണ്ട് ഇപ്പോ ഇസ്രായേലിനോട് യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇസ്രായേൽ ആ വെല്ലുവിളി ഏറ്റെടുക്കുകയും ചെയ്തു. ഇനി യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുകയല്ലാതെ ഇറാൻ ഒരു രക്ഷയുമില്ല. അങ്ങനെ ഇറാൻ ഇന്ത്യയുടെ കാല് പിടിച്ചു, നിങ്ങളുടെ ചങ്കല്ലേ ഇസ്രായേൽ, ഒന്ന് പറയണം, യുദ്ധം ഒന്ന് അവസാനിപ്പിക്കാൻ, ഞങ്ങളെ ആക്രമിക്കരുതേ എന്നൊന്ന് പറയണം. അങ്ങനെ വിദേശകാര്യമന്ത്രി നമ്മുടെ ജയശങ്കർ സാറ് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഇന്ത്യക്കകത്തുള്ളത് പോലെ ഇന്ത്യ വിരുദ്ധര് മറ്റൊരു രാജ്യത്തുമില്ല. ഇറാനിലുണ്ട് കേട്ടോ ഒരുപാട് ഇറാൻ വിരുദ്ധര്. അപ്പോൾ നമുക്കിനി വീണ്ടും കാണാം. നന്ദി. ശുഭരാത്രി പ്രിയപ്പെട്ടവരെ. ഇസ്രായേലിനോടൊപ്പം തന്നെ നമ്മളെപ്പോഴും ഇസ്രായേലിനോടൊപ്പം. ഇന്ത്യ എത്ര കാലം ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു അത്രയും കാലം ഇസ്രായേലിനൊപ്പം തന്നെ ഉണ്ടാകും. ഗെയിമിംഗ് ഡാർക്ക് വട്ട് നിന്റെ തന്തയ്ക്ക്. അപ്പോൾ ഗുഡ് നൈറ്റ്.